ഒരു കേസുമായി ബന്ധപ്പെട്ട് അഭിഭാഷകനെ കാണാൻ പോകുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. നിങ്ങൾ കാണാൻ പോകുന്ന വക്കീല് നിങ്ങളുടെ കേസിന് അനുയോജ്യനായ, അതായത് ആവശ്യമായ എക്സ്പീരിയൻസ് ഉള്ള, അതേ മേഖലയിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന വ്യക്തിയാണെന്ന് ഉറപ്പുവരുത്തുക. പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഉപകാരപ്രദമെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. അഭിഭാഷകനെ കാണാൻ പോകുന്നത് ഒരു ചടങ്ങ് നിർവഹിക്കലല്ല, വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു വിഷയം ചർച്ച ചെയ്യാനാണ് പോകുന്നത്. അതിൻ്റേതായ ഗൗരവമുണ്ടായിരിക്കണം. അതിനായി മാനസികമായും ഇമോഷണലായും നല്ല തയ്യാറെടുപ്പ് നടത്തേണ്ടതുണ്ട്, പ്രത്യേകിച്ച് ഫാമിലി കേസുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ. ഇമോഷണലാകാനുള്ള സാധ്യത കൂടുതലുള്ളതിനാൽ റിലാക്സ്ഡ് ആയിട്ട് വേണം അഭിഭാഷകനെ സമീപിക്കാൻ. നിങ്ങൾക്ക് നല്ല നിലയിൽ വിശ്വസിക്കാവുന്ന ഒരു ബന്ധുവോ സുഹൃത്തോ കൂടെയുള്ളത് നല്ലതാണ്. ശാന്തമായ നിലയിൽ വിഷയം ചർച്ച ചെയ്യാൻ കഴിയുമെന്ന ബോധമുണ്ടായിരിക്കണം. നിങ്ങളുടെ അറിവിലും ബോധ്യത്തിലും ശരിയെന്ന് ഉറപ്പുള്ളതെല്ലാം സത്യസന്ധമായും ആത്മാർത്ഥമായും ബോധ്യപ്പെടുത്താൻ തയ്യാറായിരിക്കേണ്ടതുണ്ട്. സംഭവിച്ചു പോയ ഒരു വിഷയം നിങ്ങൾക്കെതിരായി പോകും എന്ന ധാരണയിൽ നിങ്ങൾ മറച്ചുവെക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾക്ക് വേണ്ടി കോടതിയിൽ ഹാജരാകേണ്ടത് നിങ്ങളുടെ വക്കീലാണ്. നിങ്ങൾ മറച്ചുവെച്ചത് എതിർഭാഗം ഉന്നയിച്ചേക്കാം. നിങ്ങളുടെ വക്കീലിനത് വ്യക്തമല്ലെങ്കിൽ അത് കേസിനെ ബാധിക്കുകയും ചെയ്യും. മറച്ചു വെക്കുന്നത് കൊണ്ട് ഗുണത്തേക്കാളേറെ ദോഷമുണ്ടാകും. മറ്റൊന്ന്, നിങ്ങൾ പ്രതീക്ഷിച്ചു പോകുന്ന മറുപടി ഒരുപക്ഷെ ആദ്യ സിറ്റിംഗിൽ തന്നെ ലഭിച്ചുകൊള്ളണമെന്നില്ല. എങ്ങനെയാണ് കേസ് കൈകാര്യം ചെയ്യുന്നത് എന്നതും പൂർണ്ണമായും ആദ്യം തന്നെ മനസ്സിലായിക്കൊള്ളണമെന്നുമില്ല. നിങ്ങളുടേതുപോലെ പല കേസുകളും അദ്ദേഹത്തിന് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ കേസ് പഠിച്ച് വിശദമായ ഒരു മറുപടി തരാൻ മറ്റൊരു സിറ്റിംഗ് കൂടി വേണ്ടി വന്നേക്കാം. അതിനർത്ഥം നിങ്ങളുടെ കേസിനോട് അദ്ദേഹത്തിന് താൽപ്പര്യമില്ലെന്നോ കഴിവ് കുറഞ്ഞ വക്കീലാണെന്നോ അല്ല. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് അത്യാവശ്യം വേണ്ട അറിവ് നിങ്ങൾ നേടിയിട്ടുണ്ടാകും. നിങ്ങൾക്ക് തന്നെ ബോധ്യമുണ്ടാകാം ഈ കേസ് എന്താകുമെന്നും ഏത് രീതിയിലാണ് നടത്തേണ്ടതെന്നും. എന്നാൽ ഇത്തരം മുൻവിധികൾ മാറ്റിവെച്ച് ആദ്യമായി വിഷയം ചർച്ച ചെയ്യാൻ എത്തുന്ന രീതിയിലായിരിക്കണം അഭിഭാഷകനെ സമീപിക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളെ ശരിയായ രീതിയിൽ ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായമുണ്ടെങ്കിൽ സാന്ദർഭികമായി അവതരിപ്പിക്കാവുന്നതുമാണ്. തീർച്ചയായും നിങ്ങളൊരു വക്കീലിനെ സമീപിക്കുന്നത് അങ്ങേയറ്റം മാനസിക സമ്മർദ്ദത്തെ തുടർന്നായിരിക്കും. നിങ്ങളുടെ ഭർത്താവിനോടൊപ്പം അല്ലെങ്കിൽ ഭാര്യയോടൊപ്പം ഇനി ഒരു നിമിഷം പോലും ഒത്തുപോകാൻ കഴിയില്ലെന്നോ, ഇന്നലെ വരെ കൂടെയുണ്ടായിരുന്ന കുട്ടികളെ എതിർകക്ഷി കൊണ്ടുപോയെന്നോ, അത്തരത്തിലുള്ള ഏത് വിഷയമായാലും ക്ഷമയോടെ വേണം കൈകാര്യം ചെയ്യാൻ. നിങ്ങളുടെ അഭിഭാഷകനിൽ നിന്ന് അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങളിൽ പ്രധാനപ്പെട്ടത്, നിങ്ങളുടേത് ഫാമിലി കേസ് ആയതുകൊണ്ട് ഫാമിലി കോടതിയിൽ അദ്ദേഹത്തിന് എത്ര വർഷത്തെ പ്രാക്ടീസ് ഉണ്ട്, ഫീസ് സ്ട്രക്ചർ എങ്ങനെയാണ്, ഒറ്റത്തവണയാണോ, ഓരോ പോസ്റ്റിങ്ങിലും ഫീസ് അടയ്ക്കേണ്ടതുണ്ടോ, അതെത്രയാണ്, കേസ് തീർപ്പാകുമ്പോൾ എത്രയാണ് അടയ്ക്കേണ്ടത് തുടങ്ങിയ വിഷയങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. എത്ര സമയം കൊണ്ട് നിങ്ങളുടെ കേസ് തീർപ്പായേക്കാം, കേസുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, കേസിൻ്റെ ഗുണദോഷങ്ങൾ എന്തെല്ലാമാണ് തുടങ്ങിയ വിഷയങ്ങളെല്ലാം വ്യക്തമായി അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, നിങ്ങളുടെ അഭിഭാഷകനെ കാണാൻ പോകുമ്പോൾ കരുതി വയ്ക്കേണ്ട ഡോക്യുമെൻറ്റുകളാണ്. വിവാഹം നടന്നതിൻ്റെ തെളിവ്, കുട്ടികളുടെ ജനന സർട്ടിഫിക്കറ്റ്, മറ്റേതെല്ലാം രേഖകൾ വിവാഹ ജീവിതം തെളിയിക്കാൻ കഴിയുമോ അവയെല്ലാം കരുതി വയ്ക്കേണ്ടതാണ്. നിങ്ങളുടെയും നിങ്ങളുടെ പങ്കാളിയുടെയും വരുമാനവുമായി ബന്ധപ്പെട്ട തെളിവുകൾ, നിങ്ങളുടെ ചിലവുകളും ബാധ്യതകളും തുടങ്ങിയവ തെളിയിക്കുന്നതിനുള്ള രേഖകൾ, വിവാഹ ജീവിതത്തിലെ തർക്കങ്ങളുമായി ബന്ധപ്പെട്ട മെസ്സേജസ്, ഇമെയില്, വീഡിയോ, ഓഡിയോ ചാറ്റുകൾ, ടെക്സ്റ്റ് മെസ്സേജസ്, ഫോട്ടോസ് തുടങ്ങി ഇലക്ട്രോണിക്സ് എവിഡൻസുകൾ എന്തെല്ലാമുണ്ടോ അതെല്ലാം കരുതി വയ്ക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ പങ്കാളിയുമായി ബന്ധപ്പെട്ട് മുൻപ് നടന്നിട്ടുള്ള പോലീസ് കേസുകളോ, കോടതിയിൽ നടന്ന കേസിൻ്റെ വിധികളോ, സെറ്റിൽമെൻറ്റ് ഡോക്യുമെൻറ്റുകളോ, കുടുംബാംഗങ്ങൾക്കിടയിൽ നടന്നിട്ടുള്ള രേഖാമൂലമുള്ള ധാരണകളോ, അത്തരത്തിലുള്ളവയെല്ലാം കരുതി വയ്ക്കുന്നത് നല്ലതാണ്. പങ്കാളിയുമായി മാറി താമസിക്കുകയാണെങ്കിൽ രേഖാമൂലമാണോ, കോടതിയുടെ വിലക്കുകൾ കാരണമാണോ, എത്ര നാളായി മാറി താമസിക്കുന്നു തുടങ്ങിയവയുടെ രേഖകൾ കരുതി വയ്ക്കുന്നതും നല്ലതാണ്. കേസിലേക്ക് കടക്കാൻ കാരണമായ വിഷയം വ്യക്തമായി അറിഞ്ഞിരിക്കണം. നടന്ന സംഭവം, സമയം, അതിൽ ഉൾപ്പെട്ടതും സാക്ഷികളുമായിട്ടുള്ളവരുടെയും പേര്, വിവരങ്ങൾ തുടങ്ങിയവ എഴുതി വയ്ക്കുന്നത് ഉപകരിക്കും. നിങ്ങൾക്ക് കോടതിയിൽ നിന്ന് നോട്ടീസ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതെന്താണ് ഉദ്ദേശിച്ചത്, ഏത് നിയമപ്രകാരമാണ് തുടങ്ങിയ വിവരങ്ങളും അറിയേണ്ടതുണ്ട്.
കേസിൻ്റെ വിജയപരാജയ സാധ്യതകൾ, കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നടക്കുന്ന പ്രോസസ്സ് എന്തെല്ലാമാണ് തുടങ്ങിയവയും അറിയാൻ ശ്രമിക്കാവുന്നതാണ്. ചർച്ചയിൽ പല വിഷയങ്ങളും ഡൈവേർട്ട് ചെയ്ത് പോയേക്കാം. നിങ്ങൾ നിങ്ങളുടെ സബ്ജക്റ്റിൽ തന്നെ നിന്ന് വിഷയം ഗ്രഹിക്കാൻ ശ്രമിക്കുക. അതിൻ്റെ നിയമവശങ്ങൾക്ക് പ്രാധാന്യം നൽകുകയും ചെയ്യുക. എന്നാൽ എല്ലാ വിഷയങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ലഭിക്കുന്ന അഡ്വൈസ് എഴുതിയെടുക്കാൻ ശ്രമിക്കുക. എല്ലാം അറിയാമെന്ന് ധരിക്കുമെങ്കിലും പിന്നീട് പലതും ഓർത്തെടുക്കാൻ പ്രയാസമായിരിക്കും. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിഭാഷകൻ പറയുന്ന ലീഗൽ ടേംസ് മുൻപ് പരിചയമുള്ളതായിരിക്കണമെന്നില്ല. ഇത്തരത്തിൽ നിങ്ങളുടെ വക്കീലിനെ കാണാൻ പോകുമ്പോൾ നല്ല തയ്യാറെടുപ്പോടെ വേണം പോകാൻ. തയ്യാറെടുപ്പില്ലാതെയാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ വക്കീലിനും കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. നിങ്ങളുടെ അഭിഭാഷകനെ വിശ്വാസത്തിലെടുക്കുകയും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഉൾക്കൊള്ളുന്നതായി ബോധ്യപ്പെടുകയും വേണം. പരസ്പര വിശ്വാസം നിലനിർത്തേണ്ടത് കേസിൻ്റെ വിജയത്തിന് അത്യന്താപേക്ഷിതമാണ്. നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക. മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.